ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. പെട്ടെന്നെടുത്ത വ്ളോഗായതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒന്നുമില്ലാത്തൊരു വ്ളോഗാണത് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേ ആരുടെയാണെന്നും എന്താണെന്നൊക്കെ പറയാം. ബർത്ത്ഡേ ഗേളിൻ്റെ വീട് സ്നോയിമോലാണ്, അതായത് ബിർണോന്ന് കുറച്ച് ദൂരം പോകണം. നമ്മളിതേ സ്നോയിമോൽ എത്തിയിരിക്കുകയാണ്. ഓട്ടം സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന വഴിയാണ് ഈ കാണിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് ആപ്പിളിൻ്റെ മരവും ആപ്പിൾ കൂട്ടിയിട്ടതൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ആദ്യം ഷൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ നമ്മളിതേ ബർത്ത്ഡേ ഗേളിൻ്റെ വീടെത്തി. യൂണിക്കോൺ തീമിലായിരുന്നു ബർത്ത്ഡേ എന്നുള്ളതുകൊണ്ട് തന്നെ ഡെക്കറേഷൻസും കേക്കും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഗേളിനെ ആദ്യം കാണണ്ടേ. ദേ ഈ വരുന്നതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിൽ വന്നപ്പോൾ ആദ്യം കോണ്ടാക്ട് ചെയ്ത ഫാമിലി ഇതായിരുന്നു. അപ്പോൾ അന്ന് ഈ ബർത്ത്ഡേ ഗേൾ ഉണ്ടായിട്ടില്ല കേട്ടോ. ഗേളിൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്ന് ഫേസ്ബുക്ക് വഴി അവരെ കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത ഫാമിലിയാണ്. പിന്നെ അവരെ എന്താ പറയുക, ഇവിടെയുള്ള മറ്റുള്ളവരെയൊക്കെ പരിചയപ്പെടുത്താനും മലയാളി ഗ്രൂപ്പിൽ ആഡ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഇപ്പോഴും നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ബാക്കിൽ അത് രണ്ടെണ്ണം ഇപ്പം മറിഞ്ഞ് വീടുട്ടാ കണ്ണാ. മഴച്ചാറിലൊക്കെ ഒന്ന് നിന്ന് ബർത്ത്ഡേ ഗേളിൻ്റെ കുഞ്ഞി നാപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദേ കേക്ക് കട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതെ, ലൗണിത്തേക്ക് ദീപം കൊളുത്തുന്നു. യൂണിക്കോൺ തീമിലുള്ള ബർത്ത്ഡേ എന്ന് പറഞ്ഞല്ലോ, അത് കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. കേക്ക്സും അതുപോലെ ഡെക്കറേഷൻസൊക്കെ ഭയങ്കര കളർഫുള്ളായിരുന്നു. അതുപോലെ നല്ല ക്യൂട്ടായിരുന്നു, നമ്മുടെ ബർത്ത്ഡേ ഗേളിനെ പോലെ തന്നെ. അതേപോലെ മോളുടെ ഡ്രസ്സും അതേ നല്ല ഭംഗിയുണ്ടായിരുന്നു, തലയിലെ ബോയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. കേക്ക് എങ്ങനെയുണ്ട് ആണോ? കേക്ക് എങ്ങനെയുണ്ടെന്ന് സലാഡ് അതിലെന്താ കണ്ണനിപ്പോൾ വേണ്ടായിരുന്നു കേട്ടോ. കണ്ണൻ കളിക്കുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളായിരുന്നു. ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല, കാരണം കേക്കൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കളി കളിച്ചു കേട്ടോ. തമ്പോല എന്തോണ് ആ കളിയുടെ പേര്. ബോർഡ് ഗെയിമിൽ അങ്ങനെയാണ് പേര് എഴുതിയത്. നമ്മൾ ബിങ്കോ ഒക്കെ കളിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നമ്പേഴ്സ് പറയും. എല്ലാവരുടെ കയ്യിലും കാർഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ 3 റോയും ഓരോ റോയും കറക്റ്റ് ആവുന്നവർക്ക് ഓരോ ചോക്ലേറ്റ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ആ കാർഡ് മൊത്തം സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക്, അങ്ങനെ വിൻ ചെയ്യുന്നവർക്ക് ഒരു വൈൻ ബോട്ടിലും ആയിരുന്നു ഗിഫ്റ്റ്. ഒരു വിക്ടറി കാണിച്ചേക്ക്. അത് സാറില്ല, ഒരു വിക്ടറിയും കൂടെ കാണിച്ചേക്ക്. അതെ, ഭയങ്കര ബുദ്ധി ഉപയോഗിച്ചുള്ള കളിയായിരുന്നു. അതെ, ഇത് യൂണിക്കോൺ. നോക്കട്ടെ.
നൈസ് നൈസ്. കണ്ണന് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഓറക്കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് നമ്മളിതേ തിരിച്ച് ബെർണോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.